നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട വാർത്ത സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിരുന്നു. റഷ്യയിൽ പോലീസിന്റെ പിടിയിലായ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അയാൾ റഷ്യൻ സൈന്യത്തിൽ ചേർന്നത് എന്നായിരുന്നു ഈ വാർത്ത. 22-കാരനായ സാഹിൽ മാജോദി, ഇയാൾ ഗുജറാത്തുകാരനാണ്. ഈ വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ റഷ്യയിലെ ജയിലിലായത് എന്നാണ് ഇപ്പോൾ ഇയാളുടെ അമ്മ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾ കഴിഞ്ഞ വർഷം ആദ്യമാണ് പഠനത്തിന് വേണ്ടി റഷ്യയിലേക്ക് പോയത്. ആദ്യം റഷ്യൻ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ഒരു കോഴ്സിൽ ചേർന്നിരുന്നു. ഒപ്പം പാർട്ട് ടൈം ജോലിയും ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഒരു കൊറിയർ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മാജോദിക്ക് കിട്ടിയ ഒരു കൊറിയറിൽ മയക്കുമരുന്നുണ്ടായിരുന്നു എന്നും ഇയാൾ ആരോ മയക്കുമരുന്ന് വെച്ച് പറ്റിച്ചതാണ് എന്നുമാണ് അമ്മ ആരോപിക്കുന്നത്. തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് 7 വർഷം തടവിൽ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ തടവിൽ കഴിയുന്ന സമയത്ത് ഇയാൾക്കൊരു വാഗ്ദാനം റഷ്യൻ സർക്കാർ നൽകി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റഷ്യൻ സൈന്യത്തിൽ ചേരാം, നല്ല ശമ്പളം തരാം, അതല്ലെങ്കിൽ ശിഷ്ടാകാലം മുഴുവൻ ജയിലിൽ കഴിയുക എന്ന്. അങ്ങനെ ഇയാൾ സൈന്യത്തിൽ ചേരാൻ തയ്യാറായി. 10 ലക്ഷം റൂബിൾ വരെയാണ് ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നത്. അങ്ങനെ 15 ദിവസത്തെ പരിശീലനം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അവസാനം ഇയാൾ സൈന്യത്തിൽ ചേരുകയാണ്. സൈന്യത്തിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ കമാൻഡറുമായി വഴക്കിട്ട ഇയാൾ പിന്നീട് ചെയ്തത് ഒരു യുക്രൈനിലെ സൈനിക കേന്ദ്രത്തിൽ എത്തിച്ചേരുകയായിരുന്നു. അവിടെ എത്തി ഇയാൾ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും അവരുടെ ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തുവിടുകയും ചെയ്തിരുന്നു. തന്നെ റഷ്യൻ സൈന്യം മയക്കുമരുന്ന് കേസിൽ കുടുക്കി പിന്നീട് സൈന്യത്തിൽ ചേർത്തതാണ് എന്നാണ് ഇയാൾ പറയുന്നത്. ഈ വീഡിയോ എവിടെയാണ് റെക്കോർഡ് ചെയ്തതെന്ന് ഇതിൻ്റെ തീയതി ഒന്നും തന്നെ ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും ഇവർ അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഗുജറാത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇയാളുടെ അമ്മയെയും സഹോദരനെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. അവർ പറയുന്നത് ജയിലിലായതിനു ശേഷം ഇയാളെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള വിവരവും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഇറങ്ങി അത് കണ്ടു എന്നുള്ളതല്ലാതെ മാജോദിയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ റഷ്യൻ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാനായി ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തോളമായി റഷ്യ യുക്രൈൻ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിനിടെ ഇത്തരത്തിൽ നിരവധി പേർ, അത് ഇന്ത്യയിൽ നിന്നുള്ളവർ അവിടെ സൈന്യത്തിൽ അനധികൃതമായി ചേർന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ആരും ഒരു കാരണവശാലും സൈന്യത്തിൽ പോയി ചേരരുത് എന്ന് ഇന്ത്യ കർശനമായ നിർദ്ദേശം അങ്ങോട്ട് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിസിറ്റിംഗ് വിസയിൽ പോകുന്നവർക്കൊക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ പലരും വലിയ ശമ്പളം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ കുടുങ്ങി സൈന്യത്തിൽ ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവർ പലരും കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് ഇക്കാര്യം വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. ഇയാൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യവും ഒക്കെ തന്നെ ഉടൻ തന്നെ സർക്കാർ അന്വേഷണം വിധേയമാക്കും. ഒരുപക്ഷെ ഇയാൾ യുക്രൈൻ്റെ കൈവശമാണ് ഉള്ളതെങ്കിൽ പോലും ഇയാളെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിച്ചൊക്കെ തന്നെ റഷ്യയും യുക്രൈനുമായി തന്നെ വളരെ നല്ല ബന്ധമാണ് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഉടൻ തന്നെ വിവരം ലഭ്യമാകാനാണ് സാധ്യത. ഏതായാലും ഇയാളെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തന്നെ ആയിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമിക്കുക എന്നുള്ളത് ഉറപ്പാണ്. വലിയ തുക മുടക്കിയിട്ടാണ് റഷ്യയിൽ ഇയാൾക്ക് പഠിക്കാൻ പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ പഠനം പൂർത്തിയാക്കാതെ ഇത്തരത്തിൽ ജയിലിലാകപ്പെടുകയും ഒടുവിൽ നിർബന്ധിത സൈനിക സേവനത്തിന് വഴങ്ങി ഇയാൾ അവിടെ കുടുങ്ങിപ്പോവുകയും ചെയ്ത സംഭവം ഇപ്പോൾ എല്ലാവരും ഞെട്ടലോടെ തന്നെയാണ് കാണുന്നത്.